കടുക് പൊട്ടിയപ്പോൾ കറിവേപ്പില ഇറക്കണം. കറിയിലേക്ക് ഇറക്കുമ്പോണ്ടാവുന്ന ഒരു സൗണ്ടും മണമാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവദേവ് വേൾഡ് മലയാളം റെസിപ്പീസ്. എൻ്റെ പേര് ആശാ വിനീത്. ഇന്നിവിടെ ഒരു പഴമാങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. 2 മാങ്ങ, പഴുത്ത മാങ്ങ 2 ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് തേങ്ങ, കാൽമുറി ഉണ്ടാവില്ല. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, ഹോൾ പെപ്പർ, ഒരു 3 ഗ്രീൻ ചില്ലി, ഒരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ജീരകം, പിന്നെ കടുകും വേണം, മഞ്ഞപ്പൊടിയും വേണം. ഞാൻ അതിൽ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ മാങ്ങ പീസസ് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവും, പഴുത്ത മാങ്ങല്ലേ. ഇതൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കുകയാണ് കേട്ടോ. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ച തേങ്ങ ഇടുക. പിന്നെ കുരുമുളക്, അതിൽ ചുവന്ന മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ജീരകം, പിന്നെ ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, തൈര്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, കുറച്ച് വെള്ളം ഉണ്ട്, അതും കൂടി ആയിക്കോട്ടെ. ഓക്കെ, ഒരു 5 ടീസ്പൂൺ ആക്കി. ആശ പറയുന്നത് കുറവാണെന്ന് പറയുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരു നുള്ള് കടുകും കൂടി ഇടുകയാണ് കേട്ടോ. നമുക്കപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ നന്നായി തിളച്ചു വന്നിട്ടാ. നല്ല കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നേരത്തെ അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് തീയിൽ ലോലിടുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക. ഓക്കെ, കഴുകിട്ട വെള്ളം കൂടി ഒഴിക്കാം. ഇളക്കി ചേർക്കുക. അപ്പൊ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാൻ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയാണ്. മൺചട്ടിക്ക് ആ ചൂടുണ്ടാവും, അതിലിരുന്നിട്ട് തന്നെ അത് പച്ചപ്പ് മാറിക്കോളൂ കേട്ടോ. ഞാൻ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ ഞാനൊരു ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇടുകയാണ്. കടുക് പൊട്ടിയപ്പോൾ കറിവേപ്പില ചേർക്കണം. പൊട്ടിച്ച് വെച്ച മുളക്, ഒരു നുള്ള ഉലുവയും. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, അല്ലെങ്കിൽ അത് കരിയും. മതിയിട്ടാ. ഇനി നമുക്ക് കറിയിൽ ചേർക്കാം. കറിയിൽ ചേർക്കുമ്പോണ്ടാവുന്ന ഒരു സൗണ്ടും മണമാണ്. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങ കറി റെഡിയായി. ഇതൊന്ന് ഇളക്കി ചേർക്കാം. സിമ്പിൾ അല്ലേ? വീട്ടില് പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഒരു 2 മാങ്ങ തൊലി എത്തിയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു 5 മിനിറ്റിൽ പരിപാടി, കറി റെഡിയായി. ഉച്ചയ്ക്ക് വേറൊരു കറിക്ക് അന്വേഷിച്ച് പോകാൻ നിൽക്കുന്നു വേണ്ട. അപ്പൊ ശരി. അപ്പോൾ നമ്മുടെ പഴമാങ്ങ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.